ഇത് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ് 2008 ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ തുടങ്ങി 2012 ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ അംഗത്വം നേടി. 2012 മുതൽ ഒമാനിലെ ക്ലബ് ക്രിക്കറ്റ് രംഗത്തെ അതികായന്മാരാണ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ്. നിലവിൽ എ ഡിവിഷനിൽ കളിക്കുന്ന ക്ലബിന് കഴിഞ്ഞ വർഷം മുതൽ 3 ടീമുകളിലായി 60 അംഗങ്ങളുണ്ട്. ഒമാൻ ക്രിക്കറ്റിൽ തങ്ങളുടേതായ സംഭാവന ചെയ്യുക എന്നതും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ക്ലബിൻ്റെ പരമപ്രധാന ലക്ഷ്യം. 2011-12 കാലവർഷത്തിലാണ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന പേരിൽ ഞങ്ങൾ ഈ കാണുന്ന സുഹൃത്തുക്കളാണ് ഫസ്റ്റ് ടീമിൻ്റെ ഭാഗമായി ഒരു ടീം എന്ന ആശയം കൊണ്ടുവന്നത്. ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന ടീം രൂപകൽപ്പിക്കുകയും ചെയ്തത്. ആ ഇയറിൽ തന്നെ ജി ഡിവിഷനിലാണ് നമ്മൾ ലീഗ്, ഒമാൻ ക്രിക്കറ്റിൻ്റെ ലീഗ് കളിച്ചത്. നെക്സ്റ്റ് ഇയർ നമ്മളത് ഡി ഡിവിഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. പിന്നീട് വന്ന 2 വർഷത്തും നമ്മൾ ബി ഡിവിഷനും ലാസ്റ്റ് ഈ ഇയറിൽ ഇപ്പോൾ കളിക്കുന്നത് എ ഡിവിഷനിലാണ്. ഈ ഒമാൻ ടീമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന ഡിവിഷനിൽ നിന്ന് കളിച്ച് 3 വർഷം കൊണ്ട് എ ഡിവിഷൻ വരെ കളിക്കാൻ പറ്റിയ ഒരു ടീമായി പറ്റി. അതാണ് വലിയൊരു അച്ചീവ്മെൻറ്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ സി ഡിവിഷനിൽ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അതും നമ്മളുടെ ടീമിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മളുടെ ടീമിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ എല്ലാ മാനേജ്മെൻ്റ് തരത്തിലായാലും അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ആയാലും നല്ലൊരു ലീഡർഷിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റർ നൗഫലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ടീമിൻ്റെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വെരി ഡിസിപ്ലിൻ ഗെയിമാണ്. ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റി എവറിത്തിങ് എല്ലാം ഒരു നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് നൗഫലിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടീമിന് ഇത്രയും ഉയർച്ചയും നേടാൻ സാധിച്ചത്. ക്രിക്കറ്റ് വിത്തൗട്ട് ബൗണ്ടറീസ് എന്ന വാക്കിനെ അർത്ഥവത്താക്കുന്ന വിധം 4 ഒമാനി താരങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ കളിക്കാരും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാരും ക്ലബിൻ്റെ മുതൽക്കൂട്ടാണ്. ബാങ്കോക്കിൽ വെച്ച് നടന്ന അണ്ടർ 19 മത്സരത്തിൽ പങ്കെടുത്തു ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ഒമാനി നാഷണൽ ടീം അംഗം ബസീം മുഹമ്മദ് അൽ ബലൂഷി ക്ലബിൻ്റെ മികച്ച കളിക്കാരനാണ് എന്നത് അഭിമാനാർഹമായ നേട്ടമാണ്. ഒമാൻ ക്രിക്കറ്റ് ലീഗിൽ സി, ഡി, ജി ഡിവിഷൻ മത്സരങ്ങളിൽ റണ്ണേഴ്സപ്പ് നേടാൻ ഇക്കാലയളവിൽ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. FCC ആദ്യമായി തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. വെബ്സൈറ്റെല്ലാം കണ്ട് ഒരുപാട് പ്ലെയേഴ്സ് വന്നതിന് ശേഷം നമ്മൾ ഒരു ടീം എന്നുള്ളത് 3 ടീമുകൾ ഡെവലപ്പ് ചെയ്യുകയും കഴിഞ്ഞ 2 വർഷങ്ങളായി 3 ടീമുകൾ പല ഡിവിഷനുകളായി കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ മെയിൻ സ്പോൺസർ ആയിരിക്കുന്നത് ഒമാനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡറായ ഓറിഡോയാണ്. ഓറിഡോയുടെ കൂടെ തന്നെ ഞങ്ങളെ സ്പോൺസർ ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പിന്നീട് ഞങ്ങൾ കോ സ്പോൺസേഴ്സായി ലിനൻ ക്ലബ് ഒമാൻ, അങ്ങനെ GMAP ഒമാൻ, അങ്ങനെ 1-2 ടീം നല്ലവരായ സ്പോൺസേഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ കളിക്കുന്നത്. ഒരു വർഷം സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പണച്ചിലവുകളെല്ലാം അവർ തന്നെ സഹിക്കുന്നത്. അതുകൂടാതെ ഓറിഡോ ക്ലബിൻ്റെ കീഴിൽ ഞങ്ങൾ FCC ക്ലബിൻ്റെ കീഴിൽ ഞങ്ങൾ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ അജണ്ടയിലുള്ള മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം ഇവിടുത്തെ ഒമാനിലെ ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു ചെറിയ ട്രെയിനിങ് സെഷൻ, ഒരു ക്രിക്കറ്റ് ക്വിസ് ഇതെല്ലാം ഞങ്ങൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. It's a great partnership what we have with the FCC Cricket Club here in Oman. We've been performing in the last year. This year again, I'm sure we'll be in the top 2 for sure. Thank you. നമ്മുടെ ഇനി അടുത്ത ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പ്രീമിയർ ഡിവിഷനിൽ നമ്മളെ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്ലെയറിനെങ്കിലും ദേശീയ ടീമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്ലെയേഴ്സും. 2012 PDO കോർപ്പറേറ്റ് ടൂർണമെൻറ്റ്, 2014 പൊന്മൻചി ടൂർണമെൻറ്റ് എന്നിവയിൽ വിന്നേഴ്സ് നേടാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. 2015 രാജ്യാന്തര പര്യടനം എന്ന നിലയിൽ UAE ടൂർ നടത്തിയിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ പ്രീമിയർ ഡിവിഷനിൽ കളിക്കാൻ യോഗ്യത നേടുക എന്നതാണ് ഇപ്പോൾ ക്ലബിൻ്റെ ലക്ഷ്യം. സൗത്ത് ആഫ്രിക്ക അണ്ടർ 19 ദേശീയ താരമായിരുന്ന
ഗുസ്തവ് ബർഗറാണ് ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകൻ. വരുന്ന സീസണിൽ രാജ്യാന്തര പര്യടനങ്ങൾ നടത്താനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനും ക്ലബ്ബ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my